നമസ്കാരം പ്രേക്ഷകരെ, എവരിത്തിങ് ഹാപ്പൻസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. PSC തട്ടിപ്പിന് 1ാം റാങ്ക് മേടിച്ചിരിക്കുകയാണ്. PSC ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരുടെ നോമിനികളായ PSC ചെയർമാനും അതേപോലെ മെമ്പർമാരും ഒക്കെ കൂടെ ചേർന്ന് തട്ടിപ്പ് നടത്തി വേണ്ടപ്പെട്ടവരെ ഉന്നത സ്ഥാനങ്ങളിലെത്തിച്ച് അങ്ങനെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരെ നോക്കുകുത്തിലാക്കിക്കൊണ്ട് തട്ടിപ്പിലും വെട്ടിപ്പിലും കൂടെ ഗവേഷണം നടത്തി വേണ്ടപ്പെടുന്ന നല്ല ശമ്പളം കിട്ടുന്ന ഗവൺമെൻറ് ജോബുകളിൽ തിരികെ കയറ്റി അങ്ങനെ ചില സർവീസ് സംഘടനകളുടെ നേതാക്കന്മാരും അല്ലാത്തവരുമൊക്കെ ഉന്നത ജോലിയിൽ പ്രവേശിച്ച് പൊതുജനത്തെ കഴുതിയാക്കുന്നു. കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് ഉറക്കമിളച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുന്ന കുട്ടികളെയും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന മാതാപിതാക്കളെയും വിഡ്ഢികളാക്കിക്കൊണ്ട് ഈ മാതിരി രാജ്യദ്രോഹം നടത്തുന്ന ഈ മാതിരിയുള്ള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നുള്ള പേരും പറഞ്ഞ് പബ്ലിക് തട്ടിപ്പ് കമ്മീഷനായിട്ട് പണം തട്ടുന്ന അല്ലെങ്കിൽ സ്വജനപക്ഷപാതവും നിരന്തരമായി തട്ടിപ്പ് നടത്താൻ വേണ്ടി സഹായകമാകുന്ന രീതിയിൽ പെർമനൻ്റായിട്ട് ഗവൺമെൻറ് സർവീസിൽ ഇങ്ങനെ ആളെ തിരികെ കയറ്റുകയും ഏത് ഡിപ്പാർട്ട്മെൻറ്റിലും ഈ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടന്ന ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടന്ന മുഴുവൻ നിയമനങ്ങളും പുനഃപരിശോധിക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറാകണം. VD സതീശൻ ഗവൺമെൻറ് തയ്യാറാകണം. ഇങ്ങനെയൊക്കെയുള്ള മോഹനസുന്ദര സ്വപ്നങ്ങൾ നൽകിയാണ് VDS ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. കയറിയതിന് ശേഷം ആലസ്യത്തിൽ മുഴകാതെ ജനങ്ങളുടെ വിശ്വാസത്തിന് ഒരു ശക്തി കൊടുത്തുകൊണ്ട് ഈ തട്ടിപ്പ് സംഘങ്ങളെയെല്ലാം കണ്ടുപിടിച്ച് പുറത്താക്കി അവരുടെ സ്വത്ത് കണ്ടുകെട്ടി അവരെ ഈ സ്ഥാനമാനങ്ങളിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് സമഗ്രമായ ശുദ്ധീകരണം നടത്തണം. ഇപ്പോൾ നീറ്റ് സമരം നമ്മൾ കണ്ടു. നീറ്റ് സമരത്തിനെ കഴിഞ്ഞും അതിഭയങ്കരമായൊരു കൊള്ള പരിപാടിയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. അത് പരീക്ഷയിലുള്ള തട്ടിപ്പാണ്, ഇത് ഉദ്യോഗത്തിലുള്ള തട്ടിപ്പാണ്. ഇങ്ങനെ സേനയിലും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിലും PWDയിലും എല്ലാത്തിലും തന്നെ കടന്നുകൂടിയിരിക്കുന്ന വിഷവിത്തുക്കളെ ഈ രാജ്യദ്രോഹികളെ ജനദ്രോഹികളെ കണ്ടുപിടിച്ച് ഒന്നൊന്നായിട്ട് എല്ലാത്തിനെയും ഗവൺമെൻറ് പുറത്താക്കും. അതിനുവേണ്ടി കൂട്ടുനിന്ന രാഷ്ട്രീയ പ്രവർത്തകരെയും രാഷ്ട്രീയക്കാരെയും അവരെയാണ് ആദ്യം ശിക്ഷിക്കേണ്ടത്. അവരുടെ ബുദ്ധിയിൽ ഉയർന്ന തട്ടിപ്പാണ് ഇതേമാതിരിയുള്ള കേട്ടുകേൾവി പോലുമില്ലാത്ത ഈ മാതിരി തട്ടിപ്പുകൾ. ഏറ്റവും കുറഞ്ഞ റാങ്ക് കിട്ടുന്നവൻ 1ാം റാങ്കിലും അല്ലാത്തവരെ ഏതെങ്കിലും രീതിയിൽ ഇൻ്റർവ്യൂ എന്നൊക്കെയുള്ള പ്രഹസനം നടത്തി ആകെ രാഷ്ട്രീയ നിയമനം തന്നെ എല്ലാ വിഭാഗങ്ങളിലും ധനം മേടിച്ചുകൊണ്ടും കമ്മീഷൻ മേടിച്ചുകൊണ്ടും ഒക്കെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഇങ്ങേമാതിരിയുള്ള ഉദ്യോഗസ്ഥ പ്രമുഖന്മാരെയൊക്കെ എൻക്വയറിക്ക് വിധേയമാക്കി സമർത്ഥരായ സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ട് PSC തന്നെ ഉടച്ചു വാർക്കണം. ഈ മെമ്പർമാരുടെയൊക്കെ പൊതുജനങ്ങളുടെ പൈസ വെറുതെ തട്ടിത്തിന്നുന്ന ഈ മെമ്പർമാരൊക്കെ എണ്ണം കുറച്ച് മറ്റുള്ള സംസ്ഥാനങ്ങൾക്കും അങ്ങനെ സത്യമായ ഒരു പബ്ലിക് സർവീസ് കമ്മീഷനായി കേരളത്തിലെ കമ്മീഷനെ മാറ്റണം. അതിനുവേണ്ടി ഗവൺമെൻറ് ഒരുപെടണം, ശക്തമായ തീരുമാനമെടുക്കണം. എന്താണെങ്കിലും വളരെ ഞെട്ടലുളവാക്കുന്ന ഒരു സംഭവ പരമ്പരയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത് ഡിപ്പാർട്ട്മെൻ്റ് എടുത്താലും അവിടെ എല്ലാം കള്ളസംഘങ്ങളും കൊള്ളസംഘങ്ങളും പിന്നണി സംഘങ്ങളും ധാരാളമുണ്ട്. കേരളത്തിലെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സ്ഥിതി അതാണ്. എവിടെയും ഇത് ഇപ്പോൾ വാർത്തകളായി വരുന്നു. അങ്ങനെ ഭരണഘടനാ സ്ഥാപനമെന്ന് പറഞ്ഞ് PSC ഉദ്യോഗസ്ഥന്മാർ PSC ബോർഡ് രക്ഷപ്പെടുകയാണ്. ഇതിനൊക്കെ തടയിട്ടുകൊണ്ട് ഗവൺമെൻറ് സത്വരമായി ഈ ഭരണഘടനാ സ്ഥാപനമാണ്, അന്വേഷണം പാടില്ല എന്ന് പറഞ്ഞ് കള്ളത്തരവും കൊള്ളയും രാജ്യദ്രോഹവും ചെയ്യുന്നത് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? ഇതിനൊക്കെ ശക്തമായ അന്വേഷണ കമ്മീഷനെ വെച്ച് എന്തായാലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തി
അന്വേഷണ FIR സമർപ്പിച്ച് ഉദ്യോഗസ്ഥന്മാരുടെ പേരൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയുന്നു. ഇനി പേരുകളൊക്കെ പുറത്തു വന്ന് അവർക്കൊക്കെ തക്കതായ ശിക്ഷ കൊടുത്തുകൊണ്ട് ഈ നമ്മുടെ യുവജനങ്ങളുടെയും ഒരു ജോലി നേടി ജോലി ലക്ഷ്യമാക്കി പഠിക്കുന്ന വിദ്യാർത്ഥികളുടെയും യുവജനങ്ങൾക്കും ഒരു ആശ്വാസം കൊടുത്തുകൊണ്ട് അവർക്കൊരു ശുഭാപ്തി വിശ്വാസം കൊടുത്തുകൊണ്ട് എല്ലാ ക്രമക്കേടുകളും തീർത്ത് ഗവൺമെൻറ് ശക്തമായി മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ പുതിയ UDF ഗവൺമെൻറ്, വി.ഡി. സതീശൻ ഗവൺമെൻറ് പ്രവർത്തിക്കട്ടെ. എല്ലാ കള്ളനാണയങ്ങളെയും തിരിച്ചറിയട്ടെ. നന്ദി, നമസ്കാരം സുഹൃത്ത്. I am ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.